കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നുണ്ട്. പടിഞ്ഞാറൻ മേഖല ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. ഇടവിട്ട് അതിശക്തമായ മഴ കോട്ടയം ജില്ലയിൽ ഇപ്പോഴും പെയ്യുന്നുണ്ട്. അതേസമയം മീനച്ചിലാറിലെയും മണിമലയാറിലെയും ഒക്കെ തന്നെ ജലനിരപ്പ് കുറഞ്ഞത് ആശ്വാസകരമാണ്. എന്തായാലും പടിഞ്ഞാറൻ മേഖലയാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. വെള്ളത്തിന്റെ തോത് കുറയുന്നുണ്ടെങ്കിൽ പോലും ശാശ്വതമായ നിലയിൽ പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഭയങ്കര വെള്ളം. നമ്മുടെ തിരുവാർപ്പയിൽ നമ്മുടെ കാഞ്ഞന ഭാഗം മുതൽ മാണിക്കുന്നം വരെ വെള്ളം. ഒരു രക്ഷയില്ല. പണിയെടുക്കണ്ടേ, തൊഴിൽ ചെയ്യണ്ടേ, അല്ല ജീവിക്കണ്ടേ. വീട്ടിനകത്ത് കയറിയിട്ടില്ല. വീട് കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ആ റോഡിൽ വീട്ടിലോട്ട് പോകുന്ന റോഡിലെല്ലാം അരയറ്റം വെള്ളമുണ്ട്. വെള്ളപ്പൊക്കത്തിൽ വീടിനുള്ളിൽ കുടുങ്ങിപ്പോയ നിരവധി പേരെ ഇന്നും ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരുവാർപ്പ്, ഇല്ലിക്കൽ, കുമരകം ഉൾപ്പെടെയുള്ള മേഖലകളൊക്കെ തന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഒരു പ്രഗ്നന്റ് റെസ്ക്യൂ ചെയ്തിട്ട് കൊണ്ടുവരികയാണ്. ഉറക്കമില്ല, 4-5 ദിവസമായിട്ട് ഉറക്കമില്ല. നമുക്ക് കണ്ടിന്യൂസ് ഡ്യൂട്ടി തന്നെയാണ്. കിഴക്കൻ വെള്ളം പടിഞ്ഞാറൻ മേഖലകളിലേക്ക് എത്തുന്നതിന്റെ ഒഴുക്കിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. അത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്തായാലും നിലവിൽ തെളിഞ്ഞ ആകാശമാണ്. കനത്ത മഴ പെയ്യാതിരിക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ തന്നെ ഈ വെള്ളക്കെട്ട് 2 ദിവസം കൊണ്ടൊക്കെ തന്നെ വെള്ളം പൂർണ്ണമായി ഇറങ്ങിപ്പോകും എന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളാകമാനം ഉള്ളത്. കോട്ടയത്ത് നിന്ന് ജബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് ടി, മാതൃഭൂമി ന്യൂസ്.